നമ്മുടെ കൂടെ ഇന്നുള്ളത് അമലയാണ്. ഈ കഴിഞ്ഞ IIT ജാം എക്സാമിൽ കെമിസ്ട്രിയിൽ 62 ആണ് അമലയുടെ റാങ്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈവൻ 1000 ബിലോ റാങ്ക് വരാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ 100 ബിലോ നമുക്ക് എന്താ അറിയാം, അത്രയും ഡിഫിക്കൽട്ട് ആണ് 100 ബിലോ റാങ്കുകൾ വരിക എന്നുള്ളത്. അപ്പൊ അതിലൊരു 62 റാങ്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അമല ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ എല്ലാവരും അത് അറിയാൻ വളരെ ആഗ്രഹമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അമല ഈ ഒരു ജാം പ്രിപ്പറേഷന്റെ സമയത്ത് ചെയ്തിട്ടുള്ളത്, എസ്പെഷ്യലി ഓൺലൈൻ ബാച്ചിൽ നിന്നുകൊണ്ട് ഈ ഒരു റാങ്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിനെ എല്ലാ വിധത്തിലും അഭിനന്ദിക്കണം. അപ്പൊ ഞങ്ങളുടെ ബെൻസിൽ ടീമിന്റെ സൈഡിൽ നിന്നും എല്ലാവിധ അഭിനന്ദനങ്ങളും അമല. അപ്പൊ ഞങ്ങൾ എല്ലാവരും എങ്ങനെയൊക്കെയാണ് ഈ പ്രിപ്പറേഷൻ ചെയ്തതെന്ന് അറിയാൻ വളരെ ആഗ്രഹമുണ്ട്. ഇപ്പം അതേപോലെ നമ്മുടെ ജൂനിയർ കുട്ടികൾക്കൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും ഈ ഒരു റാങ്കിലേക്ക് അമല എങ്ങനെയാണ് എത്തിയത് എന്നുള്ളത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ജാം പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. കാരണം കോച്ചിങ്ങിന്റെ സമയത്ത് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ക്വാളിഫൈ ആകുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. ഒരു NIT ആയിരുന്നു എൻ്റെ ഒരു കിട്ടുക എന്നുള്ളൊരു പ്രതീക്ഷയുള്ളത്. ഒരു NIT കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ഗാന്ധിനഗറിന്റെ ഒക്കെ ക്വാളിഫൈ ആകുന്ന റാങ്ക് കിട്ടുമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോ ടിഫർ എഴുതാന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ അതൊരു IITയുടെ മുമ്പിലുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ട്. കാരണം ലാസ്റ്റ് ഇയർ എന്റെ കൂടെ എഴുതിയവരെല്ലാവരും തന്നെ ടിഫർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രിപ്പറേഷൻ ആയിട്ട് എഴുതാനായിട്ട് അവർ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീനിയേഴ്സും അങ്ങനെ അഡ്വൈസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ടിഫറിന് മുമ്പ് പോർഷൻസ് എത്ര എന്നാലും തീർക്കണം. നവംബറിൽ ടിഫറിന്റെ പേപ്പറും നോക്കാം, ഇതിന്റെ ജാമിന്റെ കോച്ചിങ്ങിന്റെ മെറ്റീരിയൽസ് നോക്കി തീർക്കാം എന്നുള്ളൊരു പ്ലാനിൽ നവംബറിനുള്ളിൽ പോർഷൻസ് എല്ലാം തീർക്കാമെന്ന് തീരുമാനിച്ചിരുന്നു. ഞാൻ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് എനിക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പൊ ഞാൻ നവംബറിന് മുമ്പ് ഒരു ഒക്ടോബർ പകുതിയൊക്കെ ആയപ്പോൾ തന്നെ എന്റെ റെക്കോർഡഡ് ക്ലാസ്സസ് എല്ലാം ഞാൻ കണ്ടു തീർത്ത് ഡീറ്റെയിൽഡ് നോട്ട്സും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നോട്ട്സും പിന്നെ ജാമിന്റെ ബെൻസിൽ പ്രൊവൈഡ് ചെയ്ത ക്വസ്റ്റ്യൻസും, എസ്പെഷ്യലി സ്പ്രിന്റിന്റെ ക്വസ്റ്റ്യൻസും മാരത്തോൺ ക്വസ്റ്റ്യൻസും ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം എല്ലാം തന്നെ വീണ്ടും ഒരു തവണ കൂടി പോയതാണെങ്കിലും വീണ്ടും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു ജാനുവരി പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ, ഡിസംബർ ഒക്കെ ആയപ്പോൾ തന്നെ എന്റെ ആ ഒരു സെക്ഷൻസ് മൊത്തം തീർന്നിട്ടുണ്ടായിരുന്നു. ജനുവരിയിൽ ഞാൻ കുറെ കൂടി വീക്കറായ പോർഷൻസ്, ഓർഗാനിക്കിൽ എനിക്ക് എക്സാംസ് നടന്നു വന്നപ്പോഴത്തേക്കും എനിക്ക് മാർക്ക് കുറഞ്ഞ പോർഷൻസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അത് മാത്രം നോക്കി ആണ് ഞാൻ പോയത്. ലാസ്റ്റത്തെ ആ ഒരു വീക്ക്, ലാസ്റ്റത്തെ ഒരു 2 വീക്ക് കുറച്ച് സ്ലോ ആയിട്ട് കുറച്ച് കാമായിട്ടാണ് പോയത്. കാരണം ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് എക്സാമിന്റെ ജിറ്റേഴ്സ് വന്നു തുടങ്ങി, പഠിച്ചതൊക്കെ അത്രയും തലയിൽ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് കുറച്ച് കാമായിട്ട് തന്നെ പതിയെ പഠിച്ച പോർഷൻസ് തന്നെ ഫോക്കസ് ചെയ്ത് 1-2 കോൺസെപ്റ്റ്സ് മാത്രം എക്സ്ട്രാ പഠിച്ച് ആണ് ലാസ്റ്റത്തെ 2 വീക്സ് പോയത്. അങ്ങനെ ഒരു പ്ലാൻ ആയിരുന്നു. ഭയങ്കര വലിയ ഡീറ്റെയിൽഡ് പ്ലാൻ ഒന്നും ഇനീഷ്യലി തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ ഓഗസ്റ്റിലാണ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് പകുതിയായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് മര്യാദക്ക് തന്നെ എക്സാംസിന് ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ പല കുട്ടികളും ഒരു റൗണ്ട് ക്ലാസ് കഴിയുന്ന സമയം ആയിട്ടുണ്ട്. അത് വല്ല ടെൻഷനും തന്നിട്ടുണ്ടായിരുന്നോ? അല്ല, ഞാൻ ആക്ച്വലി ഡൽഹിയിലായിരുന്നു. അപ്പൊ ഞാൻ ടെൻഷൻ എന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലും കണ്ടു തീർക്കും എന്നുള്ളത് അറിയാം. വീട്ടിലെ ഇരിക്കുന്നേ, വേറെ എക്സ്ട്രാ വർക്കൊന്നും ഇല്ല. ആലപ്പുഴ. അപ്പം വലിയ എക്സ്ട്രാ വർക്കൊന്നും ഇല്ല. വീട്ടിലാണെങ്കിലും അമ്മയും അപ്പയൊക്കെ വെറുതെ വിട്ടെന്നു, ഇരുന്ന് പഠിച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞു. സോ അത് കാരണം വേറെ വർക്കൊന്നും എനിക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്നില്ല. അപ്പൊ രാവിലെ ഒരു 10-11 ഒക്കെ ആകുമ്പോൾ ക്ലാസ് കാണാനിരിക്കും. ക്ലാസ്സസ് ഒക്കെ കണ്ടു തീർക്കും. അതിനുശേഷം ഈവനിങ്ങിൽ ലൈവ് ക്ലാസ്സസ് കാണും. പിന്നെ നൈറ്റ് ഒരു ലേറ്റ് ഒരു 3-4 ഒക്കെ വരെ ഞാൻ ഇരിക്കാറുണ്ടായിരുന്നു. മോർണിംഗ് ഞാൻ ഇരുന്നില്ലെങ്കിലും നൈറ്റ് മാക്സിമം, ഞാൻ നൈറ്റ് ഇരുന്ന് പഠിക്കുന്ന കുട്ടി. അപ്പൊ ഞാൻ നൈറ്റിൽ മാക്സിമം ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണേ. അപ്പൊ ഞാൻ ഇരുന്ന് പഠിക്കും. പാട്ടൊക്കെ ഇട്ട്, ചില ലാസ്റ്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പം പാട്ടൊക്കെ ഇട്ട് കാമായിട്ട് കളക്റ്റഡ് ആയിട്ടേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ബ്രേക്ക് എടുക്കുമായിരുന്നു അത്യാവശ്യം. എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് തോന്നുമ്പോ അതെ, അപ്പം അത്യാവശ്യം ബ്രേക്ക് ഒക്കെ എടുത്ത് ലൈക്ക് ഒരു 8-9-10 മാക്സിമം 11 hours വരെ ഞാൻ ഒരു ദിവസമൊക്കെ ഇരുന്നിട്ടുള്ളൂ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ടില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 8-9 hours ഞാൻ വെക്കും. എന്നെ പറയുകയാണെങ്കിൽ 8 hours എങ്കിലും ഇരിക്കണം. കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ 8 hours ഇരുന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ ഞാൻ ചിലപ്പോൾ പോകും. എനിക്ക് എക്സ്ട്രാ പോർഷൻസ് കവർ ചെയ്യണമെന്നുള്ള സമയത്തും, അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി ഡിഫിക്കൽട്ടായ പോർഷൻ ആണെങ്കിൽ ഞാൻ ചില ദിവസം, അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരു 11-12 hours ഇരിക്കും.
എന്നിട്ട് അല്ലാത്ത സമയം ഒരു 7-8 hours എത്ര ഞാൻ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ആണ് ഞാൻ കൊണ്ടുപോയത്, ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്തത്. അപ്പൊ അമല സ്പ്രിന്റും മാരത്തോണും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സിനും ഒരു 150 to 200 ക്വസ്റ്റ്യൻ ചെയ്തു എന്നാണ് അതിന്റെ മീനിങ്. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും നല്ല രീതിയിൽ റാങ്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അതെ സർ, അതെ. കാരണം ഇപ്പം സ്പ്രിന്റ് മാരത്തോൺ ഒക്കെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ചില ക്വസ്റ്റ്യൻസിൽ ലൈക്ക് കുറച്ച് നമ്മളിപ്പം ക്ലാസ്സിൽ കവർ ചെയ്താണെങ്കിലും ചിലപ്പോൾ കുറച്ച് കോൺസെപ്റ്റ്സ് അതിൽ വരുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പം അതിന്റെ സൊല്യൂഷൻസ് നോക്കി ആ സൊല്യൂഷൻസും എന്താണ് മാർക്ക് ചെയ്ത് വെക്കുമായിരുന്നു. ലൈക്ക് ഇപ്പം ഓൾറെഡി ഉള്ള കോൺസെപ്റ്റിന് എന്തെങ്കിലും എക്സെപ്ഷൻ ആയിട്ടാണെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ അവസാനം ആയപ്പോഴത്തേക്കും എക്സാം എന്താണ് റിവിഷൻ ഭയങ്കര എളുപ്പമായി. കാരണം നോട്ട്സ് ഉണ്ട്, പിന്നെ അങ്ങനെ എക്സ്ട്രാ ഉള്ളത് എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് റിവിഷൻ അത്യാവശ്യം എളുപ്പമായിട്ട് പോയി. ബെൻസിൽ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? നോർമലി നിങ്ങൾ ഡൽഹിയിൽ പഠിച്ച ഒരാളാണ്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഡെഫിനറ്റ് ആയിട്ടും. അപ്പം ബെൻസിൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യാൻ എന്തായാലും ഒരു റീസൺ ഉണ്ടാവില്ലേ? സ്പെഷ്യലി നിങ്ങൾ ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തിയിട്ടുണ്ടാവുമല്ലോ. അത് ലൈക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ഉള്ളത് ഒന്ന്. പിന്നെ ലാസ്റ്റ് ഇയർ ഫിദ ഇവിടെയാ ചെയ്തത്, ഫിദ ലാമിയ. നിങ്ങളുടെ ക്ലാസ്മേറ്റ് അല്ലേ? എന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. അപ്പൊ ഫിദ റെക്കമെൻഡ് ചെയ്തു എനിക്ക്. അപ്പം അവിടെ കുറെ കൂടി ഇച്ചിരി പ്രഷർ ഉണ്ട് അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പ്രഷർ ഉള്ളത് കൊണ്ട് എനിക്ക് അത്രയും. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ മലയാളമാണ്, എനിക്കിപ്പം എന്താ പറയാ ഗ്രാസ്പ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഞാൻ അവരുടെ കുറച്ച് ക്ലാസ്സസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ബേസിക്സ് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. ഈവൻ ദോ അവിടെ ആയിരുന്നെങ്കിൽ എന്റെ ബേസിക്സ് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ ബേസിക്സ് ഒക്കെ അവര് പറയണമെന്ന് അത്രയും ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇവിടുത്തെ ക്ലാസ്സസ് നല്ലതാണെന്നും ഇവിടുത്തെ നോട്ട്സും ലാസ്റ്റ് ഇയർ ഫിദ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഫിദ ലൈക്ക് ഇവിടുത്തെ നോട്ട്സ് വെച്ചാൽ പ്രിപ്പയർ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ നോട്ട്സ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നിയതുകൊണ്ട് ഐ വാസ് ലൈക്ക് ഓക്കെ ഇത് എടുക്കാം എന്ന് തീരുമാനിച്ചത്. ഫിദ നിങ്ങളുടെ ക്ലാസ്മേറ്റ് മീൻസ് നമ്മുടെ ചില കുട്ടികൾക്കെങ്കിലും തോന്നാം ഓൾ ഇന്ത്യ റാങ്ക് 5 വന്ന ഫിദയല്ല, വേറൊരു സ്റ്റുഡന്റ് കൂടെ ഉണ്ടായിരുന്നു, ഫിദ ലാമിയ എന്ന് പറഞ്ഞ നമ്മുടെ കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടായിരുന്നു, ഓൺലൈൻ ബാച്ചിൽ. അമലയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നല്ലേ ആള്? എന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. ഈവൻ നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആണല്ലോ സജ്ജ അല്ലേ? സജ വേറെ ബാച്ച്, ഞങ്ങൾ ഒരേ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഒരേ കോളേജ് ആണല്ലേ നിങ്ങള്? ഒരേ കോളേജ്. ആള് പറഞ്ഞിട്ടുണ്ട് അമലയുടെ കാര്യങ്ങളൊക്കെ. ആളിവിടെ ഓഫ്ലൈനിൽ ഉണ്ടായിരുന്നു, ആളും റാങ്ക് ഉണ്ട് 230 to IIT മദ്രാസിൽ മോസ്റ്റ്ലി ആൾക്കും കിട്ടും. ഓക്കെ, എങ്ങനെയായിരുന്നു എക്സാമുകൾ? AITS-ഉം പലപ്പോഴും സ്കോറുകൾ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യില്ലേ റാങ്കുകൾ? അപ്പൊ എപ്പോഴെങ്കിലും കൂടുമ്പോ പിന്നെ എന്തായാലും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. റാങ്ക് കുറയുമ്പോഴും എന്തായാലും ഒരു ഇതുണ്ടാവില്ല, പ്രഷർ. എസ്പെഷ്യലി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ 1 year ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു? റാങ്ക് കുറയുന്ന സമയത്ത് നോക്കിക്കൊണ്ടിരുന്ന വെച്ചത് ഏത് പോർഷനാ എനിക്ക് വീക്ക് എന്ന് ഞാൻ നോക്കുമായിരുന്നു. അപ്പം എക്സാം എഴുതുമ്പോഴത്തേക്കും ഏത് പോർഷനാ വീക്ക് എന്ന് നോക്കിയിട്ട് ആ പോർഷനിൽ നെക്സ്റ്റ് സമയം ആകുമ്പോഴത്തേക്കും ഫോക്കസ് കൂടുതൽ കൊടുക്കും. ലൈക്ക് ഫസ്റ്റത്തെ 2 AITS കഴിഞ്ഞപ്പോഴത്തേക്കും ഏത് പോർഷനാ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലായിരുന്നു. ഇപ്പൊ ഓർഗാനിക് ആണെങ്കിലും ചില ഈ പെരിസൈക്ലിക് ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസും ഓർഗാനിക് സിന്തസിസ് നെയിം റിയാക്ഷൻസ് ഒക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്നതുകൊണ്ട് തന്നെ ആ ഭാഗം നെക്സ്റ്റ് എക്സാമിന് വരുമ്പോൾ കൂടുതൽ ഞാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിലും എങ്ങനത്തെ ക്വസ്റ്റ്യൻ ടൈപ്പാ വരുന്നതെന്നുള്ളത് നോക്കുമായിരുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് നെക്സ്റ്റ് എക്സാമിന് കൂടുതൽ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോ എനിക്ക് പിന്നെ വീക്കർ ആയിട്ടും എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് എങ്ങനത്തെ ടൈപ്പാന്ന് നോക്കിയിട്ട് അതിന്റെ സൊല്യൂഷൻ നോക്കി വെക്കുമായിരുന്നു. അത് റെഫർ ചെയ്യുമായിരുന്നു നെക്സ്റ്റ് എക്സാം വരുമ്പോഴത്തേക്കും. ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രയാസം വരുന്ന ടോപ്പിക്കുകൾ കുട്ടികൾ പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. റിലേറ്റീവ്ലി കംഫർട്ടബിൾ ആയിട്ടുള്ളത് വീണ്ടും വീണ്ടും വായിക്കും. പക്ഷെ അമല ചെയ്തത്, എനിക്കിപ്പം അമല പറഞ്ഞത് പ്രകാരം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രയാസം ഉള്ളതിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി. അതിന്റെ ഇഷ്യൂസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളത് നമുക്ക് ഈസി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും മേക്കപ്പ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക്. അപ്പം എവിടെയാണോ നമുക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ടൈം എടുക്കുന്നത് അതിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് എപ്പോഴും ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന കുറച്ചുകൂടി വെയിറ്റേജ് കൂടിയ ഭാഗങ്ങളായിരുന്നു. അപ്പൊ ഞാൻ തീരുമാനിച്ചതാണ് ആ ഭാഗങ്ങൾ എനിക്ക് നന്നായിട്ട് നോക്കണം എന്നുള്ളത്. പിന്നെ ടിഫർ കൊടുത്തപ്പോഴത്തേക്കും ടിഫറിന്റെ ക്വസ്റ്റ്യൻ ലെവലൊക്കെ കണ്ടപ്പോഴത്തേക്കും ഏകദേശം മനസ്സിലായി എങ്ങനെയായിരിക്കും ഇതിന്റെയൊക്കെ തന്നെ ഒരു ലെവൽ വരും എന്നൊരു അപ്പൊ തന്നെ ഒരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർഗാനിക് കുറച്ചുകൂടി നല്ലോണം നോക്കണമെന്ന് തീരുമാനിച്ചു. കാരണം എനിക്ക് പേഴ്സണലി ഓർഗാനിക് ആയിരുന്നു ഡിഫിക്കൽട്ട്. അപ്പൊ ഓർഗാനിക് കുറച്ചുകൂടി നോക്കണമെന്ന് വിചാരിച്ചു.
പിന്നെ എന്താ പറയാ എവിടെയൊക്കെയാണ് കുറവ് മാർക്ക് വരുന്നത് അതൊക്കെ നോക്കി ഡിഫിക്കൽട്ടി നോക്കി വെയിറ്റേജ് നോക്കി അങ്ങനെ പഠിച്ചു പോയത്. ലൈക്ക് ലാസ്റ്റത്തെ കുറച്ച് സമയമായപ്പോഴത്തേക്കും വെയിറ്റേജും ഡിഫിക്കൽട്ടിയുടെയും ഒരു റേഷ്യോയിലാണ് ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എക്സാമിന് മുമ്പ് ലൈക്ക് ഒരു 2 തവണയെങ്കിലും റിവിഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. കാരണം എനിക്കിങ്ങനെ കൂടുതൽ തവണ പഠിച്ചാലും പഠിച്ചില്ല എന്നുള്ളൊരു ഫീലിംഗ് വരുന്ന ആളായതുകൊണ്ട് മാക്സിമം ടൈം പേപ്പർ കവർ ചെയ്ത് പോകുന്നത് ഒരു നേച്ചറാണ്. അത് കാരണം അങ്ങനെ പോയി. എനിക്കൊന്ന് മിനിമം നമ്മളൊരു 100+ എക്സാമെങ്കിലും എഴുതിയിട്ടുണ്ടാവില്ലേ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട്? നമ്മളെ പ്ലാറ്റിനം സീരീസ് ക്ലോസ് ടു 100. ആക്ച്വലി നമ്മൾ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം. മെയിൻലി തിയറി ക്ലാസ്സുകൾ ജസ്റ്റ് കേൾക്കുന്നതിന് പകരം എന്തായാലും അത് ആദ്യം കേൾക്കണം. അപ്പം അമൽ അത് വളരെ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു എന്നാണ് റാങ്കും ഈവൻ അമലയും ഇപ്പൊ പറയുന്നത്. അത് നമുക്ക് കാണാനുണ്ട്, ആ റാങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് നെക്സ്റ്റ് പ്ലാൻ? എനിക്ക് തോന്നുന്നു IIT ഡൽഹിയിൽ ചിലപ്പോ എന്നോട് ഇങ്ങനെ കഴിഞ്ഞ കോൺവെർസേഷൻ പറഞ്ഞൊരു ഓർമ്മ. ഒന്നെങ്കിൽ IIT മദ്രാസ് അല്ലെങ്കിൽ മദ്രാസ് ആയിരിക്കും. കാരണം ഇപ്പം കറന്റ്ലി വീട്ടിൽ നിന്ന് പോയി വരാനുള്ള ഡിസ്റ്റൻസ് നോക്കാനായിട്ട് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഡൽഹിയിലാണ് ഞാൻ മദ്രാസിലെ ക്ലൈമറ്റും കംഫർട്ടബിൾ. ക്ലൈമറ്റ് ഡിഫിക്കൽട്ട് ആണ് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട്. വിന്റർ ആകുമ്പോൾ നല്ല തണുപ്പും. IISc ആണ് സർ, മെയിൻ ഓപ്ഷൻ IISc ആണ്. പിന്നെ ഇൻ കേസ് IIScയിൽ ലൈക്ക് എന്താ പറയാ ഇന്റർവ്യൂ ക്ലിയർ ആയില്ലെങ്കിൽ IIT മദ്രാസ് എന്നുള്ളൊരു പ്ലാൻ ആണ് ഇപ്പോ. ഞാനിപ്പോ ആക്ച്വലി ആലോചിക്കുന്നത് ഈ ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ 3 ഇയർ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് എന്ന് സീനിയേഴ്സും അന്വേഷിച്ചു. മാസ്റ്റേഴ്സ് ബൈ റിസർച്ച് കിട്ടും. അങ്ങനെയാണെങ്കിൽ PhDക്ക് പോകുമ്പോഴത്തേക്കും പുറത്തോട്ടൊക്കെ പോകാനായിട്ട് 1 ഇയർ റിസർച്ച് ചെയ്യുന്നത് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആണെന്നുള്ളത് സീനിയേഴ്സിനോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒന്ന് നോക്കാം എന്നുള്ളൊരു ഇതിലാണ്. പക്ഷെ ഈ വർഷത്തെ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പ്രതീക്ഷിച്ച അത്ര ഫ്രണ്ട്ലി ആയിരുന്നില്ല. റാങ്കിൽ എഫക്ട് ചെയ്യില്ല, നമ്മള് അതിന്റെ മുന്നേയുള്ള മീറ്റിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ നിങ്ങൾ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ആരും അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നല്ലോ. അതെങ്ങനെ മാനേജ് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈവൻ അമല ഗേറ്റിനൊക്കെ നല്ല റാങ്ക് വരേണ്ട ആളാണ്. ഇത് ഗേറ്റിന്റെ പ്രിപ്പറേഷനെ എഫക്ട് ചെയ്തു, മീൻസ് എക്സാമിനെ എഫക്ട് ചെയ്തു? നല്ലോണം എഫക്ട് ചെയ്തു. കാരണം എക്സാം എഴുതിയപ്പോഴത്തേക്കും എക്സാമിന് പോയപ്പോ എനിക്ക് അറിയായിരുന്നു എക്സാം ഡിഫിക്കൽട്ട് ആയിരിക്കും. ഡിഫിക്കൽട്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പോയത്. പക്ഷെ അങ്ങനെ ഡിഫിക്കൽട്ട് ആവും എന്ന് വിചാരിച്ചില്ല. ഞാൻ ആക്ച്വലി മാത്തമാറ്റിക്സിന്റെ ഭാഗം ആക്ച്വലി ഓണസ്റ്റ്ലി സത്യം പറഞ്ഞ അത്രയും നോക്കിയില്ലായിരുന്നു. അപ്പൊ അത് കാരണം തന്നെ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് എന്താ എവിടെന്നൊരു പിടി കിട്ടാതെയൊക്കെ വന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ തൊട്ട് ഞാൻ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. എല്ലാവരും ലൈക്ക് പോട്ടെ എന്ന് പറഞ്ഞെങ്കിലും 1 ഇയർ ബ്രേക്ക് എടുത്തതിന്റെ ആ ഒരു സങ്കടം മൊത്തം ആ 2 ആഴ്ച നല്ലോണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലൈക്ക് 1 ആഴ്ച നല്ല സങ്കടമൊക്കെ ആയിരുന്നു. ഒന്ന് ബെറ്റർ ആയെങ്കിലും പിന്നെയും പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇത്രയും പഠിച്ചിട്ടൊന്നും ആക്ച്വലി വെക്കേണ്ടതായിരുന്നു. വീട്ടിൽ നിന്ന് അമ്മയും അപ്പയൊക്കെ പറയുന്നുണ്ടായിരുന്നു നീ പഠിക്കുന്നു. പക്ഷെ എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റിലായതുകൊണ്ട് കയ്യിൽ നിന്ന് പോയല്ലോ എന്നുള്ളൊരു ഇത് വന്നതുകൊണ്ട് ഐ വാസ് ലൈക്ക് ഓക്കെ എന്താണ് കുഴപ്പമില്ല, നീ നെക്സ്റ്റ് ഇയർ നോക്കിയാൽ മതി എന്നുള്ളൊരു മൈൻഡിലോട്ടായി. അത് വാസ് എ വെരി ബിഗ് മിസ്റ്റേക്ക്. കാരണം ഗേറ്റ് എക്സാം വാസ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി നല്ലതായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് എവിടെന്നൊക്കെയോ എനിക്ക് ഓർമ്മയുണ്ട്, എവിടെയൊക്കെയോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയാണ്. അത് പറഞ്ഞിട്ട് ഇതിനേക്കാളും ബെറ്റർ റാങ്കിന് വേണ്ടിട്ട് അറ്റംപ്റ്റ് ചെയ്യുമല്ലോ. MScയിലാണ് ഗേറ്റ് നമ്മൾ ഹയസ്റ്റ് പ്രയോറിറ്റി നോക്കുക. അപ്പൊ ഓക്കെ അമല, വളരെ സന്തോഷം നമ്മുടെ ബെൻസിലിന്റെ ഭാഗമായതിനും നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല റാങ്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിലും എല്ലാവരും എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയും നമ്മളെല്ലാവരും വളരെ ഹാപ്പിയാണ്. അപ്പം എല്ലാവിധ ആശംസകളും. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മാസ്റ്റേഴ്സും അതേപോലെ തന്നെ ഹയർ സ്റ്റഡീസും ഒക്കെ നല്ല രീതിയിൽ ചെയ്യും. കാരണം നമ്മുടെ ഹാർഡ് വർക്ക് എന്തായാലും നിങ്ങൾക്കത് നിങ്ങളുടെ അച്ചീവ്മെന്റ് റിഫ്ലക്ട് ചെയ്യും. അതിപ്പോ ജാമിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടല്ലോ, പ്രിപ്പറേഷൻ ടൈം അത്ര ജോയ്ഫുൾ ആയിരിക്കില്ല, ബട്ട് റിസൾട്ട് വരുമ്പം എല്ലാവരും അതേപോലെയാണ്. MSc ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യും. ഓൾ ദ ബെസ്റ്റ്.